സോറി സോറി. ഹലോ മാഡം, എന്തുപറ്റി? അത് നല്ല ചോദ്യമായിപ്പോയി. അരവിന്ദ് ഒരു വഴിക്ക് പോയാ വിളിച്ചെന്തായെന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ? അയ്യോ സോറി മാഡം, അറിയാതെ ചോദിച്ചു പോയതാ, ക്ഷമിച്ചുകളാ. അല്ല, ഇന്റർവ്യൂവിന്റെ കാര്യം എന്തായി? അത് കഴിഞ്ഞോ? എവിടെ കഴിയാൻ, ഒരു കുതിരയെടുപ്പിനുള്ള ആളുണ്ട് ഇവിടെ. പോരാത്തതിന് ഒരാൾ അകത്തേക്ക് കയറിയ 1 മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തേക്ക് വരൂ. അപ്പോ ഇനി ഒരുപാട് സമയം എടുക്കുമല്ലേ? എങ്ങനെയായാലും ഒരു 2-3 മണിക്കൂർ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നത്. ചോദിക്കുന്നത് കൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഈ ജോലി കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അരവിന്ദ്? സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാ ഈ ജോലി എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഞാനവിടെ ആരെങ്കിലും വിളിച്ച് റെക്കമെൻഡ് ചെയ്യണോ? അരവിന്ദൻ ഈ ജോലി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. സോറി മാഡം, അത് വേണ്ട. എനിക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ എന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് ഒരു ജോലി വാങ്ങണം. അതാണ് അതിന്റെ ഒരു അന്തസ്. ശരി. അരവിന്ദന്റെ അഭിമാനത്തിന് കോട്ടമൊന്നും തട്ടുന്നതൊന്നും ഞാൻ ചെയ്യില്ല. ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ വിളിക്കണം. ഓൾ ദി ബെസ്റ്റ് അരവിന്ദ്. വെക്കട്ടെ? ഓക്കെ മാഡം, താങ്ക്സ്. ദിലീപ്, എന്താ മാഡം? ആകാശ് സൈറ്റിലെങ്ങാനും പോയോ? ഇല്ല മാഡം, ആകാശ് സാറിന്റെ ടേബിളിലുണ്ട്. ആ, എങ്കിൽ അയാളോട് അത്യാവശ്യമായിട്ട് എന്നെ വന്ന് ക്യാബിനിൽ കാണാൻ പറ. എന്താ മാഡം കാര്യം? ദിലീപിനെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ബോധ്യപ്പെടുത്തിയേ പറ്റുന്നുണ്ടോ? അറിയാതെ ചോദിച്ചതാ, സോറി മാഡം. എങ്കിൽ ചെന്ന് ആകാശിനോട് വരാൻ പറ. ശരി മാഡം. ആ നിക്ക്. ആകാശ് ക്യാബിനിലേക്ക് വരുമ്പോ തനിച്ചായിരിക്കണം, മനസ്സിലായോ? മനസ്സിലായി മാഡം. എന്ത് മനസ്സിലായിന്ന്? ആകാശ് സാറിനെ തനിച്ച് വിളിച്ചോണ്ട് വരണമെന്ന്. താൻ കൂടെ എഴുന്നള്ളണ്ടാന്ന്, മനസ്സിലായോ? മാഡം. ആകാശ് സാറേ, മാഡം വിളിക്കുന്നു. സാർ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? സാറിനെ ശ്രേയ മാഡം വിളിക്കുന്നെന്ന്. എന്തിന്? ഇതേ ചോദ്യം ശ്രേയ മാഡത്തെ ചോദിച്ചിട്ട് വയറ് നിറച്ച് മേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു ഉത്തരവ് കൂടി മാഡത്തിന്റെ വകയായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ സാറിന്റെ കൂടെ അങ്ങോട്ട് എഴുന്നള്ളിക്കരുന്ന്. എന്ന് വെച്ചാൽ അത് പരസ്യമായ കൊലപാതകമല്ലെന്നും രഹസ്യമായി കൊന്നു കുഴിച്ചു മൂടാനാണ് മാഡത്തിന്റെ പ്ലാൻ. ചെന്ന് കേറിക്കോടെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആകാശേ? നേരത്തെ പ്രശ്നത്തിന്റെ ബാക്കിയായിരിക്കും. ചിലപ്പോ നീട്ടിപ്പിടിച്ചൊരു മെമ്മയോ കാരണം കാണിക്കൽ നോട്ടീസോ ആയിരിക്കും. എന്നാ പിന്നെ വൈകിപ്പിക്കണ്ട, ചൂടാറ് മുമ്പേ പോയി വാങ്ങിച്ചിട്ടോ. നിന്ന് സമയം കളയില്ല സാറേ, അടുത്ത പുകലിനുള്ള കാരണം അതായിരിക്കും. എന്തിനാ പേടിക്കുന്നത്? വരുന്നിടത്ത് വെച്ച് എന്നെ കാണാവുന്നേ. സാറ് ചെല്ല. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. മുരുക, 108 വിളിച്ച് ഒരു ആംബുലൻസ് ബുക്ക് ചെയ്തു. ഒന്നുകിൽ ശ്രേയ മാഡം അല്ലെങ്കിൽ ആകാശ്, ഏതെങ്കിലും ഒരു ബോഡി ഇവിടുന്ന് എടുക്കേണ്ടി വരും. മേ ഐ കം ഇൻ മാഡം? യെസ്, കം ഇൻ. വല്ലാത്തൊരു തലവേദന. ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പ്രഷർ ഷൂട്ട് ചെയ്യോ. ഗുളിക കഴിച്ചു, അതിന്റെ ഒരു ക്ഷീണം. ആകാശ് ഇരിക്കെ. എന്താ കാര്യം? പ്ലീസ്. ചില നഷ്ടങ്ങൾ ചിലരുടെ മനസ്സിനെ താളം തെറ്റിക്കും. ഭ്രാന്തൊന്നുമല്ല അത്, ഒരുതരം അലട്ടൽ. ആ അസ്വസ്ഥത എല്ലാവരുടെയും കണ്ണിലെ കരടാക്കി നമ്മളെ മാറ്റും. സത്യത്തിൽ ആ ഒരവസ്ഥയിലാ ഞാൻ. ഇന്നത്തെ സംഭവം തന്നെ കണ്ടില്ലേ? സത്യത്തിൽ ഞാൻ നിരപരാധിയാ, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ചില നഷ്ടങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാനായി നമ്മൾ മനഃപൂർവ്വം നടത്തുന്ന ചില ശ്രമങ്ങൾക്ക് നമ്മളൊരു വില്ലത്തിയാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഞാനും ആ ഗണത്തിൽ പെടുവെങ്കിലും മിണ്ടാപ്രാണിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി ക്രൂരയായിട്ടില്ല ഞാൻ. ഇത് പറയാനാണോ എന്നെ വിളിപ്പിച്ചത്?
അല്ല. പറയാനുള്ളത് അരവിന്ദന്റെ ഒരു കാര്യമാണ്. അരവിന്ദനോട് ഞാൻ പലപ്പോഴും പരുഷമായിട്ട് തന്നെ പെരുമാറിയിട്ടുള്ളത്. മനഃപൂർവ്വം തന്നെയാ. കാരണം എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് വരുന്ന ആളിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് അരവിന്ദ് എത്തിച്ചേർന്നേ പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ജോലി. ഇന്ന് അരവിന്ദ് പോയിരിക്കുന്നത് MM കൺസ്ട്രക്ഷൻസിലേക്കാ. പക്ഷെ ആ ജോലി അരവിന്ദന് കിട്ടുമെന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു ഉറപ്പുമില്ല. അപ്ഡേറ്റഡ് ആയി പുതിയ കുട്ടികൾ ഫീൽഡിൽ ഇറങ്ങുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും പഴയ ആൾക്കാർക്ക് ചാൻസ് കുറയും. MM കൺസ്ട്രക്ഷൻസിന്റെ MD ആകാശിനെ അറിയാം, ഒരു അനിരുദ്ധ്. ആ, പുള്ളിയുടെ ഒരു പ്രോജക്റ്റ് മാഡത്തിന്റെ ടേബിളിലുണ്ട്. ഒന്നും ആയിട്ടില്ല അത്. അത് തന്നെയാണ് എന്റെയും പേടി. അരവിന്ദന്റെ സ്വഭാവമല്ലേ, ഇന്റർവ്യൂ ബോർഡിനോട് എന്റെ ഭാര്യ ചീഫ് എഞ്ചിനീയർ ആണെന്നും PWDയിൽ വർക്ക് ചെയ്യുന്ന ശ്രേയാണെന്ന് പറയാതിരിക്കാനും ഒരു വഴിയില്ല. ചിലപ്പോ അഭിമാനത്തോടെ അരവിന്ദൻ പറയുന്ന ആ കാര്യം തന്നെയായിരിക്കും ജോലി കിട്ടാതിരിക്കാനും കാരണമാവുന്നത്. അരവിന്ദേട്ടനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു ഇൻട്രോ കൊടുക്കണ്ടെന്ന് പറഞ്ഞൂടെ? നിങ്ങളെക്കാൾ നന്നായി അരവിന്ദനെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാ എനിക്കെന്തോ പ്രശ്നമുള്ളത് കൊണ്ട് വിലക്കിയെന്ന് ചിന്തിക്കും. അത് വേണ്ട. പിന്നെന്ത് ചെയ്യാൻ പറ്റും? അനിരുദ്ധിനെ നേരിട്ട് കാണണം. സിറ്റിയിൽ അവർ പ്ലാൻ ഇട്ടിരിക്കുന്ന പുതിയ പ്രോജക്റ്റ് ഉടൻ തന്നെ അപ്രൂവ് ആയി കൊടുക്കാന്ന് അറിയിക്കണം. ഒപ്പം ഒരു റെക്കമെൻഡേഷനും അരവിന്ദന് വേണ്ടി. അതിന് മാഡം പോണമെന്നില്ല, ഒരു ഫോൺ കോൾ മതി. മതി. പക്ഷേ ഞാൻ ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തെന്ന് അരവിന്ദൻ അറിഞ്ഞാൽ അത് അരവിന്ദന് നല്ല കുറച്ചിലാവും. വേറെ വഴിയില്ലല്ലോ. വേറൊരു വഴിയുണ്ട്. ആ വഴി ആകാശ. ആകാശിന് MM കൺസ്ട്രക്ഷൻസ് വരെ ഒന്ന് പോവാൻ പറ്റുമോ? MD നേരിട്ട് കാണണം. പ്രോജക്റ്റ് ഉടൻ അപ്രൂവൽ ആകുമെന്ന് അറിയിക്കണം. അരവിന്ദന്റെ കാര്യം ഒന്ന് അവതരിപ്പിക്കുകയും വേണം. പറ്റുമോ ആകാശിന്? ആകാശിനോട് ഞാനൊരു വഴി പറഞ്ഞേ ഉള്ളൂ. ബുദ്ധിമുട്ടാവെങ്കിൽ വേണ്ട, ആകാശ് പോയിക്കോളൂ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പോവാം. താങ്ക്സ്. പക്ഷേ ഇതൊന്നും അരവിന്ദ് അറിയരുത്, ഞാൻ പറഞ്ഞതായിട്ട് പോലും. ഇല്ല. എങ്കിൽ സമയം കളയണ്ട, ഇപ്പൊ തന്നെ പോയിക്കോളൂ. ശരി മാഡം. കൃത്യമായി ഞാൻ ഒരുക്കുന്ന ചതിക്കുഴിയിലേക്ക് നീ വന്ന് വീഴുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഇനി ആയിരപ്പറയിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലടിച്ച് ചോര ഒഴുക്കുന്നത് ഞാൻ കണ്ട് ആസ്വദിക്കും. ഓ, എണ്ണയിട്ട് ചൂടുവെള്ളത്തിലുള്ള കുളി കൂടി ആയപ്പോ എന്താ ഒരു സുഖം. ഈ വീടിനെന്തോ ഒരു സമയദോഷം ഉണ്ടെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ലാതെ എനിക്ക് തല്ല് കിട്ടുന്നു. ദേ പരമേശ്വരൻ മാമന്റെ തോളിൽ തേങ്ങ വീഴുന്നു.